ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി ബ്ലോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രൊമോയുടെ തുടക്കത്തിലെ കാണിക്ക് നമ്മുടെ വിക്രമിനെ പോലീസുകാരെല്ലാവരും കൂടെ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടതിയിൽ വിധി പറയാനിരിക്കുന്നത് നമ്മുടെ ശങ്കരൻ നാരായണനാണ്. അപ്പോൾ ശങ്കരൻ നാരായണൻ എന്തൊക്കെയോ ചോദ്യങ്ങൾ വിക്രമിനെ ചോദിച്ച ശേഷം വക്കീലിനോട് ചോദിക്കുന്നുണ്ട്. സാക്ഷിമൊഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. ശരി, ഏതായാലും അക്യൂസ്റ്റിനെ എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് അക്യൂസ്ഡ് അതായത് വിക്രമുമായിട്ട് ഈ സംഭവം നടന്നത്, അതായത് വിക്രം അടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ വേദ അവിടെ ഒരു കടയ്ക്ക് ഷോപ്പിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം പോലീസ് ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ വേദ അത് കാണുന്നുണ്ട്. എല്ലാവരും കൂടെ വിക്രമിനെ പിടിച്ച് കൊണ്ടുവന്ന് കണ്ടിട്ട് അവൾക്ക് ആകെ തകർന്നു പോവുകയാണ് മനസ്സ്. ഈ ഒരു ടൈമിൽ അങ്ങോട്ട് ജോസഫും സത്യവും വരുന്നുണ്ട്. അവർ രണ്ടാളും കൂടെ വന്നിട്ട് വേദയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഇപ്പം നിനക്ക് ഹാപ്പി ആയല്ലോ, വിക്രം അറസ്റ്റ് ആയപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ ജീവിതം നശിപ്പിച്ചപ്പോൾ നീ മൊത്തം ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയാണ്. അവൾക്കാണെങ്കിൽ സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. പക്ഷെ അവൾ അതെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതായത് വേദയുടെ വീട്ടിലേക്ക് ദർശൻ വരികയാണ് കേട്ടോ. ദർശൻ വരുന്നത് നന്ദിനിയാണ് കാണുന്നത്. നന്ദിനി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേദയുടെ അടുത്ത് വന്ന് പറയാണ്, നിന്റെ പഴയ ആൾ വരുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ നിന്നെ ആദ്യം കല്യാണം ഉറപ്പിച്ചില്ലേ, ആ ചെക്കൻ വരുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടിട്ട് കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേദ ദർശനെ കാണാനായിട്ട് പുറത്തേക്ക് പോകുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.